ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ വെച്ചാൽ മൈൻക്രാഫ്റ്റാണ്. അത് കണ്ടാത്തിരുമല്ലോ. നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു സീക്രറ്റ് ബേസ്. ഓക്കെ, സീക്രറ്റ് അണ്ടർഗ്രൗണ്ട് ബേസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗൈസ്. ഓക്കെ, അത് ഞാൻ ചില ഈ വീട്ടിൻ്റെ ഒരു മൂലക്ക് ആയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് അല്ലെങ്കിൽ പുറത്തുണ്ടാക്കും ഞാൻ. ഓക്കെ, അതാണ് നമ്മൾ എന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഉറങ്ങട്ടെ, രാത്രി. പിന്നെ അപ്പുറത്തെ മറ്റേ സോംബീസും ഓരോ മനുഷ്യനെ കൊന്നിട്ടങ്ങ് പോവും. ഹഡ്കോറാണേ, ഹഡ്കോർ. എന്നിട്ട് ഞാൻ കുറേ ഹഡ്കോർ എല്ലാം പൊട്ടീനെ. ഈ ഹഡ്കോർ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക്. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മൾ അവിടെ പോകും ഗൈസ്. എന്തുറപ്പാ, അവിടെ പോയിട്ട് ഓരെല്ലാം കൊന്ന് സീനാക്കണം. അയ്യോ, ഈ ലൊട്ട ക്രീപ്പർ എന്തെന്നാ? അയ്യോ, അത് വല്ലാത്ത ക്രീപ്പറാണ് ഗൈസ്. ഓക്കെ, ആ വല്ലാത്ത ക്രീപ്പറാണ്. അതിൻ്റെ പേര് ചാർജർ ക്രീപ്പർ എന്നാണ് പറഞ്ഞ ഗൈസ്. എൻ്റെ ഒരുത്തം തന്നെ കമൻറ്റിട്ടാണ് ഇതിൻ്റെ പേര് ചാർജർ. ഓക്കെ, ഒരുത്തം വന്നിട്ട് കമൻറ്റിട്ടാണ് ചാർജർ ക്രീപ്പർ എന്ന പേര് എൻ്റെ. ഓക്കെ, അതാണ് ഇവൻ്റെ പേര്. ഇവിടെ ഉന്നടേ അവനെ കണ്ടേടാ കള്ളെ. അവിടെ ഇവിടുത്തെ മല നമ്മൾ ഫുള്ള് വെട്ടിയല്ലേ? ഇവിടുത്തെ മരമല്ലോ ദൈവമേ. ഇവിടെ കേവ് ഉണ്ട്. ഈ കേവല്ല അല്ലേ? കേവ് ഉണ്ട്, ഒളിക്കാം നമ്മൾ. ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യം ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് അത് നമ്മൾ അത്യാവശ്യമാണ് കേസ്. അത് ചിലപ്പോൾ ഇല്ലേ എൻ്റെ ഏതെങ്കിലും ഒരുത്തം കയറിയാലോ പറയുന്ന പോലെ. അങ്ങനെയൊന്നുമില്ല, വെറുതെ തന്നെ. വെച്ചാൽ പെട്ടെന്ന് സാറ് താശം വരും. ഓക്കെ, നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാക്കണ്ട, ഇത് മരത്തിൻ്റെ ഇടയിൽ കൊണ്ടിടുക. അതാണല്ലേ, അത് വേണ്ട. നമ്മൾ ഇത് സെറ്റാക്കിയാലോ. കിട്ടി മോനെ, കിട്ടി യെസ് കിട്ടി. 2 ദിവസം കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ക്രീപ്പർ പൊട്ടിക്കുക, കാളപ്പാട്ടി. ഓക്കെ, അപ്പോൾ യെസ്. പിന്നെ ഈ ഇത്ര കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സബ് ചെയ്യണം യെസ്. റോഡ് ടു 1K. ഓക്കെ, 1K ആണ്. നമ്മൾ 1Kയിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മളിപ്പം പോകുന്നത് 300 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, എല്ലാവരും സബ് ചെയ്ത് വെച്ചേക്ക്. നമ്മൾ എത്താനായി യെസ്. ഓക്കെ, അയ്യോ എല്ലാം കളയണ്ടിട്ടാ. ഓക്കെ, ഇതാണ് നമ്മളെ പ്ലാൻ. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്കിത് ചെറിയൊരു സീക്രട്ട് ബേസ് എനിക്ക് തോന്നും. പിന്നെ നമ്മൾ പിന്നെ സർവർ തുടങ്ങും ഗൈസ്. ചിലപ്പം ഇപ്പം അടുത്ത് തന്നെ ഒരു 5-10 ആൾക്കാരും കൂടിയിട്ട് ഒരു സർവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് തന്നെ ഒരു സർവറിന് സാധ്യതയുണ്ട് ഗൈസ്. ഓക്കെ, എല്ലാവരും കാണണം. ഓക്കെ, ഇതെല്ലാം പെട്ടിട്ടൊന്ന്. ഓക്കെ. അയ്യോ, ശവലും പൊട്ടി പിണ്ണാക്ക്. ഇതെല്ലാം വെട്ടിയിട്ട് അവിടെ ഒരു ഇതുണ്ട്. എനിക്ക് പ്ലാൻ എടുത്ത് വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞൂടാ, ചിലപ്പം ഫെയിലാവും. നമുക്കതിന് വേണ്ട വെച്ചാൽ ഓക്കെ, നമുക്ക് വേണ്ട വെച്ചാൽ ഒരു നെയിം ടാഗ് അല്ല, മറ്റേ ബോർഡ് ഉണ്ടല്ലോ, മറ്റേ എന്തല്ല ഏതൊക്കെ ഉണ്ട് ബോർഡ്. ആ ബോർഡിൻ്റെ പേര് തന്നെയാണ്. ആ ബോർഡ് കാണുന്നില്ലടി. ഇതോടാ ഞാൻ കുറച്ച് സ്റ്റിക്കും മരം വേണം എന്തായാലും. അത് ചെയ്യാൻ കുറച്ച് മരം വെട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് 24 ലോഗുണ്ട് ഗൈസ്. 24 ലോഗുണ്ട്. നമുക്ക് അതിനെ കൊണ്ട് ഇനി മറ്റേ ബോർഡ് ഉണ്ടാക്കണം. മറ്റേ നെയിം ചെയ്യുന്ന എന്തൊരു ബോർഡില്ലേ, ആ ബോർഡ് ഉണ്ടാക്കണം. ഓക്കെ ഉണ്ടാക്കാം. ഓക്കെ, പണ്ടരം പിടിക്കുക. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഇതുണ്ടാക്കിയ ഈ സാമാനം ഇത് തന്നെ. ഓക്കെ, കിട്ടി. ഇത് ഇത്രക്കൊന്നും വേണ്ട, 3 വേണ്ട ഗൈസ്. ആകെ ഒരു 1 മതി, 1 ധാരാളം. ഓക്കെ, 1-2 വേണ്ടോ. ഇനി നമ്മൾ നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക്. ഓക്കെ, പിന്നെ കുറച്ചധികം ഇതെടുക്കുന്നതല്ലേ, കുറച്ചധികം മരം. ഞാൻ കുറച്ചധികം എടുക്കട്ടെ മരം. ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്ക് എടുക്കട്ടെ, കുറേ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് വന്നാൽ 2 സ്റ്റാക്ക് 1 സ്റ്റാക്ക് എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് എല്ലാം കൂടി 1 സ്റ്റാക്ക് 3 എണ്ണം, 1 സ്റ്റാക്കും 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1 സ്റ്റാക്ക് 3 എണ്ണം. നേരെ നമ്മളെ കുഴി കുത്താൻ പോകുന്ന സ്ഥലത്തിലേക്ക് പോകാം. ഓക്കെ, പിന്നെ അവിടത്തേക്ക് പോയിട്ട് ഇനി അവിടെ ഒരു തുരങ്കുണ്ടാക്കണം. അങ്ങ് ഉള്ളിലേക്കല്ല, അടിയിലേക്ക്. ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ബേസ് ആണ്, അണ്ടർഗ്രൗണ്ട് ബേസ്. ഓക്കെ, നേരെ പോകണം. ഇപ്പം എത്തുക. അത് പോർട്ടലേനു.
ഇനി അവിടെ പോയിട്ട് ഇനി ഓക്കെ ഈ ചെസ്റ്റ് എടുത്തേക്കാം. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ഒരു ഷവല് വേണം. ഷവലൊക്കെ ഓക്കെ ഷവൽ ഇട്ടിട്ടുണ്ട്. ഇത് കൊത്തട്ടെ നേരത്തേക്ക്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഇതാണ് കുഴപ്പമേ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ മരം വെക്കണം. മരമല്ല, നമ്മൾ ഒരു കുഴി നിൽക്കണം. വെയിറ്റ് ഇതിൽ ചില ആൾക്ക് ഏകദേശം പൊടി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ. ഒന്നും കാണുന്നില്ല, പേരാന്ത്. കുറച്ച് ലൈറ്റ് വെച്ച് പോവാം. ഒന്ന് കണ്ടു പോകാൻ എന്തെങ്കിലും. ഓക്കെ ഇങ്ങനെ നോക്കണ്ട, ഇവിടെ ഇങ്ങനെ നോക്കാം. വൈബ് സാധനം ഇത്ര രസം കാണി. ഇത് താഴത്തേക്ക് ഉയിച്ചു പോകണം. കുറേ ഒന്നും പോകണ്ടേ, കുറച്ച് പോയാൽ വേറൊന്ന്. ഒരു ലൈറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കായ വെക്കും, ചവട ഇത് വെക്കും. എനിക്കഴിഞ്ഞാൽ ഇനി കായ പോയിട്ട് അവിടെ ലൈറ്റ് വെക്കും. ഇത്ര തന്നെ, കുറച്ച് പോട്ടെ. ഓക്കെ ഇത്ര മതി. ഈ ബസ്സിൻ്റെ ഉണ്ട ഇത്ര മതി. ഇനി ഇവിടുന്ന് നമ്മളിങ്ങോട്ട് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റൗർ വെക്കാം. കേസ് ഇവിടുന്ന് താഴത്തേക്ക് ഓക്കെ. ഇവിടുന്ന് എന്താണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ചെറിയൊരു പ്ലെയിന സ്ഥലമാക്കണം. ഇത് കൊത്തിയിട്ട് വലുതൊന്നും ആക്കണ്ട, ചെറിയൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് വീട്ടിലായിട്ട് പുറത്ത് ഇതേപോലെ തന്നെ. ഇത് ഇത്ര ചെറുതൊന്നുമല്ല, കുറച്ച് അങ്ങോട്ട് പോകും. ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഇവിടെ വെച്ച് നോക്കട്ടെ ലൈറ്റ്. ഓക്കെ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഈ 3 ഇനി ഇവിടെ നിന്നിട്ട് ഈ പിക്കാസ് എത്ര രൂപ വന്നോ അത്ര രൂപ ഞാൻ വിൽക്കും. എത്ര രൂപ ഓക്കെ അത്ര രൂപ പോകുക. ഇനി അപ്പുറം പോകില്ല. ഇനി ഇവിടെ അതുപോലെ തന്നെ എത്ര രൂപ അവിടെ വരെ ഞാനും കുഴിക്കും. എന്നിട്ട് അവിടെ നിന്ന് വിട്ടിട്ട് ഫുള്ള് കുഴിച്ച് കംപ്ലീറ്റ് അങ്ങ് എടുക്കും. ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ആക്കുക. അതായത് ഇത്ര രൂപ വേസ്റ്റ് ഉണ്ടാവും, ഇത്ര രൂപ ഇനി പോകില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഫുള്ള് കൊത്തട്ടെ, ഫുള്ള് കൊത്തിയിട്ട് കാണാം. ഓക്കെ ഫൈനലി ഫിനിഷ് വയ്ക്കുക. ഓക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിളിച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് മുകളിലേക്കൊരു 2, അതെല്ലാം മൂലക്ക് 2 എല്ലാ കാരണം 4, മുകളിൽ 4. ഇത് നിങ്ങളെന്നാൽ ചെയ്യാൻ സാധ്യതയില്ല, ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, മിക്ക ആൾക്കാർ തന്നെയാണ്. ഓക്കെ ഇനി മുകളിൽ പോലെ തന്നെ ഇനി ഇത് ഫുള്ള് കൊത്തണം. ഇത് ഫുള്ള് കൊത്തിയിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ അങ്ങനെ അതും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളിനി ഈ റൂമുണ്ടല്ലോ, ഈ റൂം ഫുള്ള് നമ്മളൊരു ഡെക്കറേറ്റ് ആക്കാൻ പോകുന്നു. ഓക്കെ ഈ റൂം ഫുള്ള് ഇനി ഒരു മരം വെച്ചിട്ട് ഒരു ഡെക്കറേറ്റ് ആക്കണം. ഓക്കെ ഞാൻ ഇതാക്കിയിട്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കിടുക്ക ചണ്ടറുണ്ട്. എനിക്കത് നല്ല രസമുള്ള അണ്ടർഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നേരെ പോകാൻ ഗൈസ് അണ്ടർഗ്രൗണ്ടിലേക്ക്. ഇത് തുറക്കുന്നു, പൂട്ടുന്നു, ഓടിപ്പോന്നു, നേരെ തുള്ളുന്ന തന്നെ ഒരു വൈബൊന്നുമില്ല. തുള്ളുന്ന് നേരെ താഴേക്ക് താഴെ എത്തുമ്പോൾ ഒരു വൈബ് വരിക. ബസ് ഇതാണ് ഗൈസ് എൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ്. അങ്ങനെയുണ്ട്. ഇത് തന്നെ ഞാൻ വെറുതെ ആക്കിയാണ് ഗൈസ്. ഇതാരും കണ്ടിട്ടൊന്നും പറയരുത്. പിന്നെ ഇവിടെ വെറുതെ വെച്ചാണ്. ഇത് നോക്കണ്ട, ഇത് നോക്കിക്കോ. ഇത് ഇതിനുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മേൽക്കൂര. എൻ്റെ അടുത്ത് ലാൻഡേൺ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വെച്ച് ഗൈസ്, ഒന്നും തോന്നറ്. ഇതാണ് ഗൈസ് നമ്മളെ ഇതിനുണ്ട്. ഇവിടെ പോയിട്ട് എങ്ങനെയുണ്ട് ഗൈസ് ഡെക്കറേഷൻ? ഇതിലെങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടാക്കിയാണ് ഗൈസ്. കുറേ സമയം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഫുഡില്ല, വേണ്ടി കുറച്ച് ഫുഡ് ഉണ്ടാകട്ടെ. ഓക്കെ കുറേ സമയം ഇവിടെ തന്നെ ഇരിക്കുന്ന ഞാൻ ഇപ്പം എൻ്റെ ഇതൊന്ന് കംപ്ലീറ്റ് കിട്ടി ഗൈസ്. ഓക്കെ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഗൈസ്. എങ്ങനെയുണ്ട്? സീനില്ലേ? ഇതൊന്നും പൊടിച്ചിട്ടില്ലേ? ഞാൻ ഇവിടെ ഒന്ന് ഗ്ലാസ് വെക്കട്ടെ. ഗ്ലാസ് വെക്കാം, നല്ല രസമുണ്ട് ഗ്ലാസ് കാണാൻ. അതിനെ പിടി ഇവിടെ പൊടിച്ച് ഗ്ലാസ് വെക്കട്ടെ. അത്രയും കുഴപ്പമൊന്നുമില്ല ഗ്ലാസ് ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. നല്ല ഗ്ലാസ്സാണ്, പക്ഷെ നമ്മളെ കുഴപ്പമില്ല. ഓക്കെ ഇവിടെ ഇങ്ങനെ വെക്കട്ടെ, ഇവിടെ ഇങ്ങനെ വെക്കട്ടെ. ഓക്കെ ഇങ്ങനെ വെക്കട്ടെ. ആണല്ലേ? ഇത് പൊടിച്ചിട്ട് ഇങ്ങനെ മതി. ഓക്കെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട് ഗൈസ്. ഇത് പിന്നെ ചെറിയൊരു ബെഡ്റൂം. ഇത് ഞാൻ ഫുള്ള് ഡെക്കറേറ്റ് ഒന്നും ആക്കിയില്ല, വെറുതെ ഇതാക്കി വയ്ക്കുകയാണ്. ദിസ് ഈസ് മൈ ഓക്കെ ഇവിടെ നോക്കാം. ഇതാണ് ഗൈസ് എൻ്റെ അണ്ടർഗ്രൗണ്ട് ഗൈസ്. ഇങ്ങനെയുണ്ട് ഗൈസ്. എത്ര റേറ്റിംഗ് വരും?
ഓക്കെ, എല്ലാവരും ഒന്ന് ഇതിന് വേണ്ടിയിട്ടൊന്ന് സബ് ചെയ്യുക, സബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക, ബെല്ലേക്കൊന്ന് അടിച്ചേക്കുക. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് കസ്റ്റ് കുറേ സമയമായി ഇങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കൂടായിട്ടുണ്ട് കുറേ സമയം. ഓക്കെ, ഞാൻ പിന്നെ ചാവാനായത് ഗൈസ്, എൻ്റെ പുറത്തുനിന്ന് സ്പൈഡർ അടിച്ച് കള്ളൻ എന്തോ ആയത്തും ചത്തില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ബേസ്. ഓക്കെ, ഇനി നമ്മളിനി അടുത്ത എപ്പിസോഡ് വരാം ഗൈസ്. അടുത്ത എപ്പിസോഡ് ആണ് ഗൈസ്. ബൈ.